കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് മാച്ച് എഗെയിൻ ഒരു ഹോം മാച്ച് ആണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ഈ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. നമുക്കറിയാം രണ്ട് ടീമുകളും പരാജയപ്പെട്ട് നിൽക്കുകയാണ് ആദ്യത്തെ മത്സരത്തിൽ. ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ ചില താരങ്ങളെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. മറ്റാരെയുമല്ല, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിമിയും അതുപോലെ ജീക്സനും ഉണ്ട്. ഓൾറെഡി അവിടെ കളിക്കുന്ന കുറച്ചധികം പ്ലേയേഴ്സ് ഉണ്ട്, അറിയാലോ. ഗില്ല്, റാക്കിപ്പ്, നിഷു കുമാറൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ട്, ഇനിയും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു മത്സരം കൂടിയാണ്. സോ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് ബംഗാൾ ഒരുപാട് സൈനിങ്സ് ഒക്കെ നടത്തി വലിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എന്താണ്, PFCക്കെതിരെ ഒരു തോൽവിയോടുകൂടിയാണ് തുടങ്ങിയത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹോമിൽ പഞ്ചാബ് FCക്കെതിരെ ഒരു തോൽവിയോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ മത്സരത്തിലും ലൂണ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. സോ മിഡ്ഫീൽഡിൽ എഗെയിൻ നമുക്ക് കൊയ്ഫിനെ കളിപ്പിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മാച്ചിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മിഡ്ഫീൽഡിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി. സോ അത് മറികടക്കാൻ ഒരുപക്ഷെ ബിബിന് ഈ ഒരു സ്ലോട്ടിലേക്ക്, മിഡ്ഫീൽഡ് സ്ലോട്ടിലേക്ക് ഒരു സാധ്യത ഉറപ്പായിട്ടുമുണ്ട്. സാധ്യത എന്നല്ല, എന്താണെങ്കിലും അദ്ദേഹം കളിക്കുമെന്നുള്ളത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബംഗാളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ മിഡ്ഫീൽഡിൽ കഴിഞ്ഞ ഒരു മാച്ചിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ അവർ ഒരു ഫോറിൻ എന്താ പറയുക സെൻട്രൽ ബാക്സിനെയാണ് കളിപ്പിച്ചത്. മാദി തലാൽ കളിച്ചിരുന്നില്ല. സോ ദിമിയൊന്നും കഴിഞ്ഞ മാച്ച് ചിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. മാദി തലാൽ സെക്കൻഡ് ഹാഫ് വന്നെങ്കിലും അത്രമേൽ പറഞ്ഞ പോലെ ആ ഒരു കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നില്ല. സോ ഈ പറഞ്ഞല്ലോ നല്ലൊരു ടീമുണ്ട്, പക്ഷേ ഈ പറഞ്ഞ കോച്ചിങ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുള്ളി ആ പഴയ സെറ്റ് പീസ് പരിപാടികൾ അതിലൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് എങ്ങനെ സക്സസ് ആകും എന്നൊക്കെയുള്ളത് നോക്കണം. കാരണം അറിയാം BFCയിൽ ഒരു സീസൺ അദ്ദേഹം ട്രോഫിയൊക്കെ വിൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞ പോലെ ഗെയിം സ്റ്റൈലിലൊക്കെ ഫാൻസിന് തന്നെ വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സെറ്റ് പീസ് സിറ്റുവേഷൻസൊക്കെ വളരെ വിദഗ്ധമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പം KBC സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ ഇത്തവണ സെറ്റ് പീസ് കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് മാച്ചിൽ അറ്റാക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും സെറ്റ് പീസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ മാച്ചിലേക്ക് അതങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ അതങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, അതങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണേണ്ടത്. ഇനി എന്ത് ചേഞ്ചസ് ആണ് ഇരു ടീമുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ മിഡ്ഫീൽഡിലാണ് പ്രധാനമായിട്ടൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ അൻവർ അലി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് നോക്കാം. പിന്നെ ചുന്നുങ്ക അദ്ദേഹം റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അൻവർ അലി ഡയറക്റ്റ്ലി ഫസ്റ്റ് 11 തന്നെ വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണണം. പിന്നെ മിഡ്ഫീൽഡിൽ പറഞ്ഞ പോലെ മാദി തലാലിനെ പോലത്തെ ഒരു പ്ലെയറുടെ സാന്നിധ്യം തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. KBC സംബന്ധിച്ചിടത്തോളം ഫോർ മീ ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ഒക്കെ ചേഞ്ചസ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഡിഫൻസിൽ ആണല്ലോ, സെൻട്രൽ ബാക്കിലും വിങ് ബാക്കിലും ഒക്കെ, അതുപോലെ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ അറ്റാക്കിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൂണ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അത് എത്രത്തോളം എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഈ മാച്ചിലും മിലോസൊക്കെ തന്നെ സെൻട്രൽ ബാക്ക് കളിക്കാനാണ് സാധ്യത. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വിങ് ബാക്കിലൊക്കെ ഉള്ള ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിക്കാം. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗില്ല്, അതുപോലെ ഒരു സെൻട്രൽ ബാക്ക് എന്ന നിലയിലേക്ക് വരുമ്പോൾ രണ്ട് വിദേശികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹിജാസി മെഹർ ആൻഡ് ഹെക്ടർ യൂസ്റ്റേ റൈറ്റ് ബാക്കിൽ, റാക്കിപ്പ് ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് മാർക്ക്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ജീക്സൺ, സൗവിക് ആൻഡ് മാദി തലാലിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ സൗൾ ക്രസ്പോ ഈ മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അദ്ദേഹം ഒരു കീ പ്ലെയർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇനി അറ്റാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് മഹേഷ്, നന്ദ എന്നിവർക്കൊപ്പം ദിമിയുടെ സാന്നിധ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എഗെയിൻ ഒരു 4-3-3 ഫോർമേഷനിൽ തന്നെ ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും മിലോസ് ആൻഡ് പ്രീതം, റൈറ്റ് ബാക്കിലേക്ക് വരുന്നൊരു സമയത്ത് സന്ദീപ് സിംഗ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഐബാൻ ദോഹ്ലി, ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മിഡ്ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്ഫിനൊപ്പം അസർ, വിപിൻ എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ കുറച്ചും കൂടി ഒരു ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം. നമുക്ക് നോക്കാം ഫ്രെഡ് തന്നെ കളിക്കുമോ എന്നുള്ളത്. ആൻഡ് അറ്റാക്കിലേക്ക് വരുമ്പോഴത്തേക്കും റൈറ്റിൽ രാഹുൽ, ലെഫ്റ്റിൽ നോവ ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ഹിമിനസിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
സോ ഇനി പറഞ്ഞ പോലെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നോക്കണം. ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് തിരിച്ചു വരിക എന്നുള്ളത് ഒരു അനിവാര്യത തന്നെയാണ്. കാരണം സീസണിലെ 2 മാച്ചസ്, അതും ഹോം മാച്ചസ് തോറ്റു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. ഇനി വരാൻ പോകുന്നതിനേക്കാൾ കഠിനമേറിയിട്ടുള്ള മത്സരങ്ങളുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ